പരാതിയോടുകൂടി പരാതിയായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള 2 പാക്കറ്റുകളുണ്ട്. 2 ഫോണുകളും ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് AI+ന്റെ നോവ 2 Pro ആൻഡ് AI+ന്റെ നോവ 2 Neo. ഇത് രണ്ടും എന്റെ കൈകളിലില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പരാതിയായിരുന്നു. സോ രണ്ടും നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക്. ആദ്യം നമുക്ക് AI+ നോവ 2 Neo വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 12,999 രൂപയാണ്. AI+ നോവ 2 Neoയുടെയും AI+ നോവ 2 Proവിന്റെയും സെയില് 4 തീയതി ജൂലൈ ഉച്ചയ്ക്ക് 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാം. പുറകിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് AI കീ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഒരു ഡെഡിക്കേറ്റഡ് AI കീ ഉണ്ട്. ആ കീ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആപ്പ് കൺട്രോൾസും അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. Dimensity 6300 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സർ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 42 മെഗാ പിക്സലിന്റെ സോണി IMX582 എന്ന് പറഞ്ഞിട്ടുള്ള സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ Android 16 ബേസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വാണ്ടം OS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു മോഡലിൽ 6GB റാമും അതുപോലെ തന്നെ 128GB ആണ് ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത്. 6.75 ഇഞ്ചിന്റെ ഒരു ഇമേഴ്സീവ് HD+ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അകത്ത് 120 Hz ആണ് ബ്രാൻഡ് കൊടുത്തിട്ടുള്ള റിഫ്രഷ് റേറ്റും. പിന്നെ IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റും ആണ്. ഓക്കെ, നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. പെട്ടിക്കകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് AI+ന്റെ ഒരു USB Type A to Type C കേബിള്, പിന്നെ കുറച്ച് യൂസർ മാനുവൽസ് പരിപാടികൾ, പിന്നെ ഒരു ചാർജിങ് ബ്ലോക്കും. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ചാർജിങ് ബ്ലോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു ക്ലിയർ കേസ് കഴിഞ്ഞു. ഫോണിൻ്റെ അകത്തുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോണിനെ ഒന്ന് പരിശോധിക്കാം. ഇതാണ് ഇവരുടെ ബ്ലാക്ക് കളർ. ആ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഡെഡിക്കേറ്റഡ് AI ബട്ടൺ കാണാൻ പറ്റും, വോളിയം ബ്രോക്കർ കാണാൻ പറ്റും, റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടൺ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിം ട്രേ കാണാൻ പറ്റും. ബോട്ടം സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3.5mm ഓഡിയോ ജാക്ക്, ഒരു മൈക്രോഫോൺ, അതുപോലെ തന്നെ ഒരു Type C പോർട്ട്, പിന്നെ സ്പീക്കർ വെൻസും. ഈ ഒരു ഫോൺ ഒരു എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കുന്ന ആളുകൾക്ക് ബേസിക് യൂസ് കേസുകളെല്ലാം തീർക്കുന്ന ഒരു ബഡ്ജറ്റ് ഫോൺ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോൺ അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര മാരകമായിട്ടുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. സോ റിയലിസ്റ്റിക് ആയിട്ട് പ്രൈസ് വെച്ച് നിങ്ങൾ വാല്യൂ ചെയ്യുക. യെസ്, നിങ്ങൾക്ക് കുറേ പരാതികൾ, കുറേ ഡൗട്ടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട ഗെയിമിംഗ് റിവ്യൂ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, എല്ലാ സാധനങ്ങളും നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ വീണ്ടും കുറച്ചുകൂടിയൊക്കെ സോൾവ് ആവും. ഇതാ നമ്മുടെ AI+ നോവ 2 Neo എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ് സെറ്റപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കളേഴ്സ് ഭയങ്കര പഞ്ചൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ബട്ട് ഈ കളേഴ്സ് പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലോഗിലാണ്. നമ്മുടെ എഡിറ്റർ അതിനെ കളർ ഗ്രേഡാണ് ചെയ്യുന്നത്. ആ എഡിറ്ററിന്റെ ഇഷ്ടത്തിന് ഇതിന്റെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് പക്കാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സാച്ചുറേഷനൊക്കെ ഭയങ്കര പഞ്ചൻ്റായിട്ടുണ്ട്, നല്ല ടെക്സ്ചേഴ്സ് ഉണ്ട്, ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോളിഡ് ഡിവൈസ്, ലൈക്ക് ലുക്സ് ഓക്കെ ആൻഡ് ഫീൽസ് ഓക്കെ ടു സി. കൺസിഡർ ദ പ്രൈസ്. അപ്പോൾ പ്രൈസ് വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടുന്നതായിട്ട് തോന്നുന്നു. ഇനി നമുക്ക് ഇതിനെ അവിടെ വയ്ക്കാം. അടുത്ത ഫോൺ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ഫോണിലാണ്. ജെൻസീസിനെയൊക്കെ ഫോക്കസ് ചെയ്ത് അവരിറക്കിയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് സ്പെക്കുകൾ കൂടുതലുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സർ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ്. MediaTek Dimensity 7100 5G ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രൊസസ്സർ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നോവ 2 Neoയ്ക്കകത്തുണ്ടായിരുന്ന ഡെഡിക്കേറ്റഡ് AI ബട്ടൺ ഇതിനകത്തുണ്ട്. IP65 റേറ്റഡ് ആണ്, ദാറ്റ് മീൻസ് ഡസ്റ്റ് ആൻഡ് വാട്ടർ. പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് ക്വാണ്ടം OS ആണ് വരുന്നത്. 13 മെഗാ പിക്സലിന്റെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള സെൽഫി ക്യാമറയും 48 മെഗാ പിക്സലിന്റെ സോണി IMX582 ആണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ള റിയർ ക്യാമറ സ്പെസിഫിക്കേഷൻസ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും കിടിലം. ഇതിന് ഒരു 144 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും പ്രൊസസ്സേഴ്സ് 2.4 GHz ക്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ നോവ 2 Proന്റെ ചാർജർ ഒരു 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. മറ്റേ സാധനം ബ്ലാക്ക് കളറിലായിരുന്നു, ഇത് വൈറ്റ് കളറിലാണ് കേബിളും അതുപോലെ തന്നെ ചാർജിങ് ബ്രിക്കും കൊടുത്തിട്ടുള്ളത്. ഇത് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു ഫോണിന് വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്.
ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിലായിട്ട് ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു RGB ലൈറ്റിംഗ് സിസ്റ്റം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് ഇത് കത്തേണ്ടതെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താക്കാം, അതിൻ്റെ കളേഴ്സ് മാറ്റാം, ഇൻറ്റൻസിറ്റി മാറ്റാം, ടൈം ആൻഡ് ഡ്യൂറേഷൻ മാറ്റാം. ഇനി നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് അതിനനുസരിച്ച് സിങ്ക്രണൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, പാർട്ടി മോഡ് എനേബിൾ ചെയ്യാം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. ആൻഡ് ഗെയിം കളിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഓണാക്കി ഇടാം. ലൈക്ക് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഫോണിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ആൻഡ് ഒരു ഡുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാമറ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് റിവ്യൂ ഇടുന്നില്ല, ഉടനെ വരുന്നുണ്ട്. കാരണം ഈ നാച്ചുറൽ അല്ലാത്ത ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പുറത്ത് പോയി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. AA+ Nova 2 Neoയ്ക്കും AA+ Nova 2 Proയ്ക്കും നമുക്ക് 6000 mAh ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് വരുന്നത്. രണ്ടിലും OS എല്ലാം സെയിം തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഫുൾ HD+ ഡിസ്പ്ലേ പ്ലസ് ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ, അതിൻ്റെ കൂടെ ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള പരിപാടികളാണ് ഡിഫറൻസ് വരുന്നത്. ആൻഡ് Nova 2 Proയുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,999 ആണ്. അപ്പോൾ അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 15,000 അകത്ത് ഒരു ഫോൺ മേടിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ബഡ്ജറ്റ് കുറച്ച് 12,999 നമ്മുടെ AA+ Nova 2 Neo ചൂസ് ചെയ്യാവുന്നതാണ്. 500-ലധികം സിറ്റീസിലായിട്ട് 800+ സർവീസ് സെൻറ്റേഴ്സ് AA+-നുണ്ട്. സോ നിങ്ങൾക്ക് ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ സർവീസ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും, അതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഫോണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 തീയതി ജൂലൈ 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റ്, സൂപ്പർ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ഒരു ഫോൺ കിട്ടുക എന്നുള്ളതാണ്. അതായത് ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ എല്ലാ ഫോണുകളും പ്രൈസ് കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് AA+ ഇറക്കുന്നത്. യെസ്, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഇനി വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. എന്താണോ നിങ്ങളുടെ ഡൗട്ട്, വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഐ ആം ഓപ്പൺ ടു ടേക്ക് ഓൾ ദ ഫീഡ്ബാക്സ് ആൻഡ് ഐ ആം റീഡിങ് എവറി കോമെൻറ്റ്സ് ആസ് പോസിബിൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.